സംസ്ഥാനത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ യഥാർത്ഥ വാർത്തകൾ തമസ്കരിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി. ബദൽ മാധ്യമ പ്രവർത്തനം അനിവാര്യമെന്നും മുഖ്യമന്ത്രി. ബദൽ മാധ്യമ പ്രവർത്തനം നടത്തുന്നവരും സമൂഹ മാധ്യമങ്ങളിൽ യഥാർത്ഥ വസ്തുതകൾ പുറത്തുകൊണ്ടുവരുമെന്നും ആണ് വാർത്തകളെ ജനങ്ങളെ അറിയിക്കുന്നതും മുഖ്യമന്ത്രി. ഫേസ്ബുക്ക് പോസ്റ്റിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കുന്നത്. വിജിൻ ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ. വിജിൻ, എന്തൊക്കെയാണ് മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്? വിനു, തീർച്ചയായും ഇത്തരത്തിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മുതൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ വാർത്തകളെയും തമസ്കരിക്കുന്ന ഒരു രീതിയാണ് മാധ്യമങ്ങൾ സ്വീകരിക്കുന്നത്. ഇടതുപക്ഷം പറയുന്ന കാര്യങ്ങളെയെല്ലാം ഒഴിവാക്കി വളരെ അപ്രസക്തമായ ചില വാർത്തകൾ വലതുപക്ഷ നേതാക്കൾ ഉൾപ്പെടെ പറയുന്ന കാര്യങ്ങൾ വെണ്ടക്കാക്ഷരത്തിൽ വാർത്തകളായി നിരത്തുന്നു. അത് ഏറ്റവും പ്രധാന വാർത്തയായി പത്രങ്ങളുടെയും ഈ ദൃശ്യമാധ്യമങ്ങളുടെയും എല്ലാം പ്രധാന വാർത്തയായി മാറുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. ഇക്കാര്യത്തിൽ ഒരു ബദൽ മാധ്യമ പ്രവർത്തനം അനിവാര്യമാണ്. അതാണ് നിലവിൽ സോഷ്യൽ മീഡിയയിലൂടെയും ഒപ്പം തന്നെ ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ, വലതുപക്ഷ മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന നിലപാടിനെതിരെയും യഥാർത്ഥ വസ്തുതകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന മാധ്യമങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ ആക്റ്റീവായി ഏറ്റവും പ്രധാനമായ വിവരങ്ങൾ, ശരിയായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് കൊണ്ടാണ് പല വിവരങ്ങളും ജനങ്ങൾക്ക് അറിയാൻ കഴിയുന്നത് എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു. എന്തായാലും നേരത്തെ നവകേരള സദസ്സ് ഉൾപ്പെടെ സംഘടിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ പറയുന്ന കാര്യങ്ങളിൽ ഒന്നും മാധ്യമങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ തയ്യാറാകുന്നില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ജനങ്ങളോട് നേരിട്ട് ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ, ആശയവിനിമയം നടത്താൻ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കേണ്ടി വന്നത് എന്ന കാര്യം മുഖ്യമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഈ പെയ്ഡ് സർവേകൾ ഉൾപ്പെടെ ഉണ്ടാകുന്ന കാര്യം വിശദീകരിച്ചുകൊണ്ടുള്ള മാധ്യമങ്ങൾ ഇത്തരം യഥാർത്ഥ വസ്തുതകൾ തിരസ്കരിച്ച് വലതുപക്ഷത്തിന് അനുകൂലമായ വാർത്തകളെ വെണ്ടക്കാക്ഷരത്തിൽ നിരത്തുന്ന സമീപനം സ്വീകരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഈ സമൂഹ മാധ്യമങ്ങളിൽ ഇടപെടുന്ന ആളുകൾ ശരിയായ വസ്തുതകൾ ഈ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നത് കൊണ്ടാണ് പല വസ്തുതകളും ഇത്തരത്തിൽ അറിയുന്നത്. അത് ഇടതുപക്ഷ പ്രവർത്തകർ മാത്രമല്ല, മറ്റ് യഥാർത്ഥ രാഷ്ട്രീയം വീക്ഷിക്കുന്ന ആളുകൾ ഉൾപ്പെടെ ഇത്തരത്തിൽ ഇതിൻ്റെ ഭാഗമായി ജനങ്ങളെ നേരറിയിക്കാനുള്ള ഇടപെടൽ നടത്തുന്നുണ്ട്. ഈ ഘട്ടത്തിൽ അത് കൂടുതൽ അനിവാര്യമാക്കേണ്ടതിൻ്റെ കടമ, ഉത്തരവാദിത്വം ഉണ്ട് എന്ന കാര്യവും മുഖ്യമന്ത്രി ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെയും അതുപോലെ തന്നെ യഥാർത്ഥ വസ്തുതകൾ പുറത്തു കൊണ്ടുവരുന്ന ബദൽ മാധ്യമ രീതി സ്വീകരിക്കുന്ന മാധ്യമങ്ങളെയും ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ഒപ്പം കൂടുതൽ ആളുകൾ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പൂർണ്ണമായും ഇടതുപക്ഷത്തെ തിരസ്കരിക്കാനും ഇടതുപക്ഷം ഉയർത്തുന്ന നിലപാടുകളെ തിരസ്കരിക്കാനുമുള്ള ശ്രമം ശക്തമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് വലതുപക്ഷ നേതാക്കൾ. ഒപ്പം തന്നെ ഈ പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെ നടത്തുന്ന വില കുറഞ്ഞ ചില പ്രസ്താവനകൾ പോലും വലിയ തരത്തിലുള്ള ഒരു വാർത്തയായി സ്വീകരിക്കുന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ അതിനെതിരായി കൂടുതൽ ആളുകൾ ഇത്തരം സമൂഹ മാധ്യമങ്ങളിലും മാധ്യമ പ്രവർത്തകർ അല്ലാത്തവരും ഉൾപ്പെടെയുള്ള സംഘങ്ങളാണ് ഇതിൻ്റെ യഥാർത്ഥ വസ്തുത പുറത്തു കൊണ്ടുവരുന്നത്. അവർ കൂടുതലായി സജീവമായി ഈ ദിവസങ്ങളിൽ മുന്നിട്ടിറങ്ങണം എന്ന നിർദ്ദേശവും മുഖ്യമന്ത്രി നൽകുകയാണ്. എന്തായാലും നേരത്തെ തന്നെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഈ വലതുപക്ഷ മാധ്യമങ്ങൾക്കെതിരായി മുഖ്യമന്ത്രി നിരന്തരം സ്വീകരിച്ച് കൊണ്ടിരിക്കുന്നതാണ്. നിലവിലെ മാധ്യമ പ്രവർത്തന രീതി കൃത്യമായി കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നതുമാണ്. കാരണം ഈ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ആളുകൾ എല്ലാം, മാധ്യമ വാർത്തകൾ എല്ലാം ഇത്തരത്തിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രധാന വാർത്തകൾ ഇലക്ട്രൽ ബോണ്ടിൽ ഉൾപ്പെടെ ഇടതുപക്ഷം ആണ്, CPIയുമാണ് ഇതിൽ കോടതിയിൽ ഉൾപ്പെടെ സമീപിച്ച് ഇലക്ട്രൽ ബോണ്ട് അവസാനിപ്പിക്കുന്ന ഒരു നടപടിയിലേക്ക് കോടതിക്ക് തന്നെ കടക്കേണ്ടി വന്നത്. പക്ഷേ അത്തരം വസ്തുതകൾ ഒന്നും പുറത്തു കൊണ്ടുവരാൻ ഈ മറ്റ് മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല. പക്ഷേ ഈ വസ്തുതകൾ തുറന്നു കാട്ടാൻ ഈ സോഷ്യൽ മീഡിയയും ഒപ്പം തന്നെ ഈ ബദൽ രാഷ്ട്രീയ നയം, ബദൽ മാധ്യമ പ്രവർത്തനം സ്വീകരിക്കുന്ന മാധ്യമങ്ങളാണ് തയ്യാറാകുന്നത്. അതിൻ്റെ പ്രസക്തി ഇപ്പോൾ ഈ ഘട്ടത്തിൽ വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ സർവേകൾ എല്ലാം ഇടതുപക്ഷത്തിൻ്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ പരാജയപ്പെടുമെന്ന് പ്രവചിച്ചപ്പോൾ അതിനെയെല്ലാം തകിടം മറിക്കുന്ന രീതിയിലുള്ള ജനവിധിയായിരുന്നു ഉണ്ടായിരുന്നത്. അക്കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ ജനങ്ങളുടെ മനസ്സിൽ ഈ ഇടതുപക്ഷം തോൽക്കും എന്നുള്ള ഒരു അത്തരത്തിലുള്ളൊരു സമീപനം ഉണ്ടാക്കാനുള്ള ഒരു രീതിയാണ് ഇപ്പോൾ സർവേയിലൂടെ ഒക്കെ പുറത്തു വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള സർവേകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മുഖ്യമന്ത്രി വീണ്ടും ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ തരത്തിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ യഥാർത്ഥ വാർത്തകൾ തമസ്കരിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി. ബദൽ മാധ്യമ പ്രവർത്തനം അനിവാര്യമെന്നും മുഖ്യമന്ത്രി. വിജിൻ വായന്തോടാണ് വിശദാംശങ്ങൾ നൽകിയത്.